വെൽക്കം ടു പൂജ കൃഷ്ണസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡിസംബർ 3 അഖിലിന് ബർത്ത്ഡേ. ഇന്ന് നൈറ്റ് നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ വായിലെന്ന് പോയി. ഞാനിവിടെ വന്നിട്ടുള്ളത് പുഴയോരം ബൈ ഓസ്റ്റേസ് എന്നുള്ള പ്രോപ്പർട്ടിയിലാണ്. എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രത്തോളം ഒരാൾക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ഇവൻറ്റ് അത് അഖിലിൻ്റെ ബർത്ത്ഡേ ആണ്. കാരണം എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ എന്താ പറയുക റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം ഞാനോരോ ഇൻ്റർവ്യൂസിലായാലും ഞങ്ങളുടെ വ്ളോഗിലായാലും ഒരുപാട് ഞങ്ങൾ എന്താ പറയുക തല്ലി പിടിക്കുന്നത്, ഫണ്ണായിട്ടുള്ള കോണ്ടൻറ്റ്സ് ചെയ്യുന്നത്. ആക്ച്വലി അഖില് ഇതേപോലെ വ്ളോഗിൽ വന്ന് നിൽക്കുക അല്ലെങ്കിൽ അവർ ഇതേപോലത്തെ ഫണ്ണായിട്ട് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാത്ത മനുഷ്യനാണ്. പക്ഷേ ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ വരും, പാവം എന്താ പറയുക, എന്നാൽ വാ നമുക്ക് ചെയ്യാം, എന്നിട്ട് അവനെ കൊണ്ട് പറ്റണമൊക്കെ ചെയ്യും. എനിക്ക് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവൻ എനിക്ക് തന്നിട്ടുണ്ട്. അതായത് അത്രയും സപ്പോർട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വീണ് നടക്കണ നേരത്തൊക്കെ നമ്മുടെ കൈ പിടിക്കാൻ ഒരാളെന്നൊക്കെ പറയും. ലിറ്ററലി അത് അവനായിരുന്നു. അപ്പോൾ എൻ്റെ ബേബിയുടെ ബർത്ത്ഡേ ആണ്, ഡിസംബർ 4 ബർത്ത്ഡേ. സോ ഇന്ന് നൈറ്റാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചൊരു നല്ല സർപ്രൈസ് കൊടുക്കണം. അഖിൽ എപ്പോഴും വാല്യൂ കൊടുക്കുന്ന റിലേഷൻഷിപ്സിനാണ്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ കേട്ടോ. ഇപ്പോൾ അവൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആണെങ്കിലും ഇപ്പം ഫാമിലിയിലാണെങ്കിലും പ്രശ്നങ്ങളും തല്ലും ഒക്കെ ഉണ്ടായാലും മൂപ്പരാൾ എന്ത് ചെയ്യും, അതിങ്ങനെ മനസ്സിലാക്കില്ല. ചിലരെന്ത് ഞാൻ ആലോചിക്കും ഇതെന്താണ്, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടൊന്നും വേണ്ട, പക്ഷെ അവൻ അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ബർത്ത്ഡേക്ക് അവന് ഇഷ്ടമുള്ള എല്ലാവരും കൂടിയിട്ടുള്ളൊരു ബർത്ത്ഡേ ആവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഇപ്പോൾ നമ്മളിവിടെ പുഴയോരം ബൈ ഓസ്റ്റേസിൽ വന്നിരിക്കണേ. ഇവിടെ ആണെങ്കിൽ പ്രോപ്പർട്ടീസ് ബ്യൂട്ടിഫുൾ. അതായത് നമുക്ക് 5 ബെഡ്റൂം ഉണ്ട്. ഞാൻ 10-15 പേരെ വിളിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഒരു ഏരിയ ഉണ്ട്, അവിടെയൊക്കെ ഡെക്കറേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും അഖിലിൻ്റെ അടുത്ത് തന്നിട്ടില്ല. സോ ഈ വീഡിയോ ഞാൻ എത്രത്തോളം ഇത് വ്ളോഗ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. ബിക്കോസ് ഐ എം വെരി എക്സൈറ്റഡ്. ഈ പ്രോപ്പർട്ടിയുടെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂള്, മറ്റേ പുഴയുടെ തീരത്താണ് കാണുന്നത്. അത് അടിപൊളിയാണ് കേട്ടോ. ഇത് വരുന്ന ഈ ലൊക്കേഷൻ വന്നിട്ട് ആലുവയിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാക്കനാട്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അടുത്ത് ഈ ലൊക്കേഷനാണ്. അവർക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഓസ്റ്റേസിന്. അപ്പോൾ അതിൽ എനിക്ക് കുറേ പ്രോപ്പർട്ടീസ് അയച്ചു തന്നു. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ പുഴയോരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോപ്പർട്ടി. ഓക്കെ, സോ ഐ ഹോപ്പ് അഖിലിന് ഈ ഒരു സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആക്ച്വലി പറഞ്ഞേക്കണം ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, എന്താ പറയുക, അതൊന്നും സീനില്ല, നമുക്ക് നമ്മുടെ ചെറിയ ഫ്ലാറ്റിൽ ഗെറ്റ് ടുഗെദർ വെക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഐ തിങ്ക് ഹീസ് ഗോണ ബി സർപ്രൈസ്ഡ്. കാരണം എല്ലാവരും, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, എല്ലാവരും ഒത്തുകൂടിയിട്ട്, അത് ഇതിപ്പോൾ അവൻ്റെ ചേട്ടനായാലും ബാക്കി അവൻ്റെ മുന്നത്തെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഗ്യാങ്ങിലുള്ളവർ എല്ലാവരും കൂടിയിട്ടൊരു ഫങ്ഷൻ ആക്ച്വലി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മിക്കതും നിങ്ങൾ നമ്മുടെ വ്ളോഗിൽ വിനു ജോനൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ചേട്ടനൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. പക്ഷേ ഈ വ്ളോഗിൽ ഇപ്പം അഖിലെ ചേട്ടനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ അഖിലെ കുറേ ഫ്രണ്ട്സ്, അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എങ്ങനെ ഇവൻറ്റ് പോവും എന്നുള്ളതിലാണ് ഞാൻ ആലോചിച്ചിരിക്കണേ. അടിപൊളിയായിരിക്കും, ഐ ഹോപ്പ് സോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ ഡെക്കറേഷൻ്റെയും അതുപോലെ തന്നെ ആ പാർട്ടിയുടെ കുറച്ച് വിഷ്വൽസും ഞാൻ ഇവിടെ തന്നെ ഇടാം.
I've been chasing, all here for the taking. Don't wanna test your luck with me, I think I've had enough disease. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as